നമുക്ക് തെർമോഡൈനാമിക്സിൽ അടുത്ത് കാണാനുള്ളത് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് തെർമോഡൈനാമിക് പ്രോസസ്സസ്. എന്താ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് എന്തെങ്കിലുമൊക്കെ വേരിയബിൾസ് മാറിക്കഴിഞ്ഞാൽ, തെർമോഡൈനാമിക്സ് വേരിയബിൾസ് മാറിക്കഴിഞ്ഞാൽ there will be some reactions. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ, ഈ പ്രക്രിയ നമ്മൾ പറഞ്ഞ പേരാണ് തെർമോഡൈനാമിക് പ്രോസസ്. അപ്പോൾ ഈ പ്രോസസ്സിൽ ചിലപ്പോൾ ചില വേരിയബിൾസ് കോൺസ്റ്റന്റ് ആയേക്കാം, ചിലപ്പോൾ മാറിയേക്കാം. അങ്ങനെ കോൺസ്റ്റന്റ് ആവുന്ന വേരിയബിൾ ആവുന്നതനുസരിച്ച് ഈ ഗിവ് സെവറൽ നെയിംസ് ഫോർ സെവറൽ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടത്. വാട്ട് ആർ ദി ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സസ് വെൻ ഫ്യൂ വേരിയബിൾസ് ബിക്കം കോൺസ്റ്റന്റ്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് എന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വി ആർ ഡിസ്കസിങ് ഓൾ അബൌട്ട് ഐഡിയൽ ഗ്യാസസ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആയ കാരണം we will take the equation state as PV equal to RT. We are taking one mole of a gas. Okay, ഒരു mole of ഗ്യാസിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷന്റെ ബേസിസിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, because this is the equation of state of an ideal gas. നമ്മുടെ equation of state ideal gasന്റെ equation of state എന്ന് പറഞ്ഞാൽ PV equal to nRT. അതിന് ഒരു mole of gas എടുക്കുന്നത് PV equal to RT. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, let us consider process where the temperature remains a constant. ഓക്കെ, ഏതൊരു പ്രക്രിയ നടക്കുന്നുണ്ട്, ഈ പ്രക്രിയയിലെ ടെമ്പറേച്ചറിന്റെ കാര്യം എങ്ങനെയാണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊരു പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് such a process where the temperature remains a constant is known as an isothermal process. Iso means the same. Okay, thermal means connected to temperature. അപ്പോൾ അതിനർത്ഥം എന്താ? Isothermal means it is a process where the temperature remains a constant. Okay, അപ്പോൾ നമുക്ക് സംശയം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് എങ്ങനെ നമ്മളൊരു പ്രക്രിയ നടത്തുക? ബിക്കോസ് വെനെവർ യു ചേഞ്ച് എടുത്ത് ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് ചേഞ്ച്. ഓക്കെ, നമ്മൾ നേരത്തെ എപ്പോഴും എടുക്കേണ്ട എക്സാമ്പിൾ എടുക്കുന്നത്, ഗ്യാസ് ഒരു പിസ്റ്റനകത്ത്, ഒരു സിലിണ്ടറിനകത്ത് ഗ്യാസ് എടുത്തു, പിസ്റ്റൺ വെച്ച് അടച്ചു. ഇഫ് യു പുഷ് ദാറ്റ് പിസ്റ്റൺ, ഡെഫിനറ്റ്ലി യു ആർ ചേഞ്ചിങ് വേരിയബിൾസ്. ഡെഫിനറ്റ്ലി പ്രഷർ കൂടും, അപ്പോൾ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ടും മാറും. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് വൺ കണ്ടീഷൻ. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ഐസോതെർമൽ പ്രോസസ് ആർ വെരി സ്ലോ പ്രോസസ്. ഓക്കെ, വളരെ വളരെ സാവധാനം നടത്തുന്ന പ്രോസസ് ആയിരിക്കും ഐസോതെർമൽ പ്രോസസ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് ഇഫ് യു മേക്ക് ദ പ്രോസസ് വെരി വെരി സ്ലോ, ഓക്കെ, ദ ടെമ്പറേച്ചർ വിൽ നോട്ട് ചേഞ്ച് മച്ച് എന്നാണ് നമ്മൾ അസംഷൻ. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ ഓക്കെ, ആർ ഇസ് ഓൾറെഡി എ കോൺസ്റ്റന്റ്, നൗ ടി ഇസ് ഓൾസോ എ കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? വി ക്യാൻ സേ ദാറ്റ് സിൻസ് ടി ഇസ് ഓൾസോ എ കോൺസ്റ്റന്റ്, ഐ ക്യാൻ സേ ദാറ്റ് പി വി ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇതാണ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം വിൽ ബി എ കോൺസ്റ്റന്റ് ഫോർ എൻ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ വോളിയത്തിന്റെ പ്രഷറിന്റെ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഐ ക്യാൻ സേ ദാറ്റ് P is equal to K by V, or I can say that P is proportional to 1 by V. അപ്പോൾ പ്രഷർ മാറുന്നതനുസരിച്ച് ആനുപാതികമായ വോളിയം മാറിയാലേ ശരിയാവുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ലെറ്റ് us find out the work done. Okay, now let us say that you are performing an isothermal process. You are slowly pushing this piston down. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ഈ പിസ്റ്റൺ നമ്മൾ താഴേക്ക് അമർത്തുമ്പോൾ നമ്മൾ ഗ്യാസിനെ കംപ്രസ് ചെയ്യണം. അകത്ത് ഐഡിയൽ ഗ്യാസ് ആണ്, നമ്മൾ ഗ്യാസിനെ കംപ്രസ് ചെയ്യണം. കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വോളിയം കുറയും. അപ്പോൾ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദിസ് വൺ ഐ ക്യാൻ സേ ദാറ്റ് പ്രഷർ ഷുഡ് ഡെഫിനറ്റ്ലി ഇൻക്രീസ്. വോളിയം എത്രയും കുറയുന്നു, പ്രഷർ അതിന് ആനുപാതികമായി എത്രയും കൂടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ വളരെ പതുക്കെയാണ് നടത്തുന്നത്. സോ ദാറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് മോർ ഓർ ലെസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ വെൻ യു perform an isothermal process. Okay, pressure and volume ഇവിടെ മാറുന്നുണ്ട്. Let us say that the initial pressure and volume is P1 V1. We perform an isothermal process, it becomes P2 V2. Now we want to find out how much work is done in this process. Okay, അപ്പോൾ അത് നമുക്ക് വളരെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. കാരണം എന്താ വെച്ചാൽ we have seen that the work done dW is PdV. അല്ലേ? PdV. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഇതിന്റെ പ്രൂഫ് നമ്മൾ കണ്ടിട്ടുള്ള മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാണ് വർക്ക് ഡൺ. ഓക്കെ, നൗ ഹിയർ വി ആർ ഗോയിങ് ടു സേ ദാറ്റ് dW is equal to PdV, so that work done W is equal to integral PdV നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നമ്മൾ വേരിയബിൾ ആയിട്ട് എടുക്കുന്നത് എന്തിനാ നോക്കിയേ? ഹിയർ ദ വേരിയബിൾ ഈസ് dV അല്ലേ? അപ്പോൾ നമ്മൾ പറയാൻ പോകണം എന്താ? വി ആർ ഗോയിങ് ടു സേ ദാറ്റ് ലെറ്റ് us യൂസ് ദിസ് ഇക്വേഷൻ PV equal to K and say that P equal to K by V.
അപ്പോൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുക നോക്കിയേ. സോ dw or let us say w is equal to integral k by v dv. Now we want the limits. Limits നമ്മൾ പറയാൻ വേണ്ടി it is from v1 to v2 അല്ലെ. v1 മുതൽ v2 വരെയാണ് നമ്മൾ ഇതിന്റെ വോളിയം മാറുന്നത്. സോ വി ആർ ഗോയിങ് ടു ഇന്റഗ്രേറ്റ് ഫ്രം v1 to v2. അപ്പോൾ നമുക്ക് ഇത് എന്ത് കിട്ടും നോക്കി. ദിസ് ഇസ് ഈക്വൽ ടു k into dv by v integral v1 to v2. This is work done w. So this is a very easy job. So this is w is equal to k. Now this is log. This is log to the base e. That ln v to the limit v1 to v2. So this is equal to k log v2 minus v1. So this is the work done. The work done in an minus v1 log v1. Now I need equation now simplify, and this is equal to k. Now see, log c minus log d is nothing but log c by d. And log c by d expansion is log c minus log d. So I can say that this is k log v2 by v1. This is the work done. അതല്ല നമുക്ക് ഇത് ദിസ് ഇസ് നാച്ചുറൽ ലോഗരിതം, ബേസ് ഇ ലോഗരിതം ആണിത്. നമ്മൾ നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 2.303 ലോഗ് ടു ദ ബേസ് 10 ഓഫ് v2 by v1. ഇങ്ങനെ ഒരു കൺവേർഷൻ വരും. So I can say that work done w is equal to 2.303 k log to the base 10 of v2 by v1. So this is also an equation for the work done. നമുക്ക് ഇത് ഉപയോഗിക്കാം, നമുക്ക് കാൽക്കുലേറ്ററിൽ ശ്രദ്ധിക്കുക ഏതായാലും നമുക്ക് ഒരുപോലെ ഉണ്ട്. ബിക്കോസ് പണ്ടാണ് ഈ പറഞ്ഞ ലോഗരിതത്തിന്റെ പ്രശ്നം വരിക. ഇന്ന് ഈ പറഞ്ഞ പ്രശ്നമല്ല. You can use the calculator and do whichever calculation you want. Okay, so this is the work done in an isothermal process. Okay. അപ്പോൾ ഇനി നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് യുവർ പ്രഷർ. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ when you say that P is a constant, this process is known as an isobaric process. It's an isobaric process. Iso means again the same. Bar means it's a unit of pressure. Okay, isobaric means the pressure is kept a constant. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എന്താ പറയാൻ പറ്റുന്ന ആലോചിച്ച് നോക്കി. When pressure is a constant, I can say that P V equal to RT. Now pressure is a constant, so V is equal to R by P into T. അപ്പോൾ നോക്കി R constant ആണ്, P constant ആണ്. So this is just another constant. So I can say that V is equal to some constant K1 into T. Or I can say that from this equation I can say that V is proportional to T. അപ്പോൾ ഇതാണ് നമ്മുടെ isobaric processന്റെ equation state എന്നൊക്കെ പറയാൻ പറ്റുക. either V equal to K1 into T, the K where K is a constant, or V is proportional to T. Okay, so V is proportional to T നമ്മൾ പറയുമ്പോൾ we can say that since V is proportional to T, V is equal to some constant K into T. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. So that V by T is a constant. V by T is a constant. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ I can say that V1 by T1 is equal to V2 by T2. Okay, നമ്മുടെ ഒരു ഐസോബാറിക് പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ വോളിയം നമ്മുടെ ഇനീഷ്യൽ വോളിയം V1, ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 ആണെന്നിരിക്കുക. നമ്മൾ ഈ പ്രോസസ് നടത്തിയപ്പോൾ വോളിയം V2 ആയി മാറി, ടെമ്പറേച്ചർ T2 ആയിട്ട് മാറി. But the ratio will still remain the same. V2 by T2, V by T is a constant. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് എടുത്ത് വോളിയം ടെമ്പറേച്ചർ എടുത്തു പോകുമ്പോഴും ഫൈനൽ കണ്ടീഷൻസിലെ വോളിയം ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാലും ദ റേഷ്യോ വിൽ റിമെയിൻ എ കോൺസ്റ്റന്റ് ബിക്കോസ് ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. കാരണം നമ്മൾ ഇത് വോളിയം എന്താ മാറിയാലും ടെമ്പറേച്ചർ എങ്ങനെ മാറിയാലും റേഷ്യോ എടുക്കുമ്പോൾ ഡിവിഷൻ നടക്കുമ്പോൾ നമുക്ക് K1 തന്നെ കിട്ടണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇക്വേഷൻ 6. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ V1 by T1 എടുത്താലും V2 by T2 എടുത്താലും റിമെമ്പർ ഷുഡ് ബി ഈക്വൽ ടു K or K1 as we said. Okay, so ഇത് നമുക്ക് ഉപയോഗിക്കാം. You use this to do problems. Okay, so this is your isobaric process. Isobaric process is the
process where the pressure is kept a constant. ഇനി ഇതിന്റെ വർക്ക് ഡൺ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ. Again, remember, whenever you say work done in thermodynamics, it is always PdV. വോളിയം മാറിയ മാത്രമേ തെർമോഡൈനാമിക്സിൽ വർക്ക് ചെയ്ത് നമ്മൾ പരിഗണിക്കുന്നു. So we know that the work done is PdV. Okay. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന ആരെയാണ്? പ്രഷറിനെയാണ്. അപ്പോൾ വോളിയം തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യും. സോ ലെറ്റ് us say that the volume changes from V1 to V2 and the temperature changes from T1 to T2. Okay. So work done W is equal to integral P dV. That is from V1 to V2. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല. We will just say this is equal to P into integral dV from V1 to V2. This is W. So W is equal to P into V2 minus V1. ഇത്ര നമുക്ക് ഐസോബാറിക് പ്രോസസ്സിന്റെ കാര്യത്തിൽ നമുക്ക് സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് W is equal to P of the PV2 minus PV1. That is the work done. Okay, കാരണം എന്താ വെച്ചാൽ PV is the amount of work done. PdV എന്നുള്ളത് ചെറിയൊരു വോളിയം ചേഞ്ച് വരുമ്പോഴുള്ള വർക്കാണ് PdV. അപ്പോൾ വലിയൊരു വോളിയം ചേഞ്ച് let us say if the volume changes by some amount, it will be pressure into the difference in volume. അതാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്ന pressure into difference in volume is the work done. Okay, so this is the work done in the isobaric process. Okay. ഇനി നമുക്ക് കാണാനുള്ള നമ്മളിപ്പോൾ പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി. ഇനി ആരെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കാൻ പോകുന്നത് ഈ വോളിയം കോൺസ്റ്റന്റ്. Okay, so now we are going to say that let us consider a process where the volume is kept a constant. അപ്പോൾ നമ്മൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാൻ നമ്മൾ ഐഡിയൽ ഗ്യാസ് എടുക്കുന്നു, പിസ്റ്റൺ എടുക്കുന്നു, സിലിണ്ടറിൽ നടക്കുന്നു. Okay, now let us say that you are giving energy from below. ഈ പിസ്റ്റൺ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റും. ദിസ് പിസ്റ്റൺ വിൽ നോട്ട് മൂവ്. So now you see that the volume is a constant. കാരണം അത് മാറുന്നില്ല. എക്സ്പാൻഡ് ചെയ്യുക, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യോ കോൺട്രാക്ട് ചെയ്യോ ചെയ്യുന്നില്ല. സോ ദ വോളിയം ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ we will call it as an it's an isochoric process. The process is known as an isochoric process. അപ്പോൾ എന്താ isochoric process എന്ന് വെച്ചാൽ here volume is a constant. Okay, അപ്പോൾ again you take the equation of state PV is equal to RT. So I can say that volume is a constant. So P is equal to R by V into T. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഐസോബാറിക് പ്രോസസ്സിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇത് വേറൊരു കോൺസ്റ്റന്റ് ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് P is equal to some constant, let me call it as C into T. Or in other words I can say that pressure is proportional to temperature. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോസസ്സിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഉള്ളിൽ എന്താ സംഭവിക്കുക? ഉള്ളിൽ ഈ ഗ്യാസിന്റെ പ്രഷർ കൂടുകയാണ് ചെയ്യുക. Okay, so this is the equation state of a P proportional to is the equation state of a isochoric process. അപ്പോൾ I can say that since P is equal to C into T, P is equal to C into T, P by T is a constant. P by T is a constant. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ I can say that from this equation I can say that P1 by T1 should be equal to P2 by T2. കാരണം നമ്മൾ ഈ റേഷ്യോ എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ എങ്ങനെ മാറിയാലും അതിന് ആനുപാതികമായ ടെമ്പറേച്ചർ മാറി ഈ റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടണമെന്ന്. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഇഫ് യു ചേഞ്ച് ദ ലെറ്റ് us say you are changing these variables, പ്രഷർ മാറുന്നു അപ്പോൾ ടെമ്പറേച്ചർ മാറും, പ്രഷർ P1 നിന്ന് B2 ലേക്ക് മാറുന്നു, ടെമ്പറേച്ചർ T1 നിന്ന് B2 ലേക്ക് മാറുന്നു, മാറിയാലും the ratio will still remain a constant. കാരണം this should be equal to C. This should be equal to the constant C. എത്രയാണ് ആ കോൺസ്റ്റന്റ് വരുന്നത് ആ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കണം എപ്പോഴും. ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ it should remain a constant. അപ്പോൾ this equation also we will be using P1 by T1 equal to P2 by T2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കും. Okay, so this is the isochoric process. ഇനി നമുക്ക് അറിയേണ്ട എന്താ what is the work done in isochoric process? See, work done in isochoric process is the easiest. കാരണം see, when you say work done, you are always saying dW is equal to PdV. അല്ലേ? So W is equal to integral PdV. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? Here volume is a constant. Here volume is kept a constant. So which means this dV is 0. So what is the work done? It is 0. So the work done in isochoric process is 0. There is no thermodynamic work done in an
isochoric process. Okay. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നത്. അത് ഐസോതെർമൽ, isobaric, isochoric. ഇനി നമുക്ക് കാണുന്നത് now if you vary all these things, pressure, volume and temperature, ഇത് മൂന്നും നമ്മൾ മാറ്റാൻ പോവുക. പക്ഷേ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്നും മാറ്റിയാലും let us say that you are taking an isolated system. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ എനർജി പുറത്തും പോവില്ല, മാറ്ററും പുറത്തേക്ക് പോവില്ല, അതൊന്നും അകത്തേക്ക് വരില്ല. ഫോർ എക്സാമ്പിൾ യു ടേക്ക് വാട്ടർ ഇൻ എ ഫ്ലാസ്ക് നമ്മളൊരു കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുറുക്കി അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് ചൂടായാലും തണുപ്പായാലൊന്നും അകത്തൊക്കെ ബാധിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിലെ നമ്മുടെ ഫ്ലാസ്കിനകത്തെ വെള്ളത്തിന് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും അത് നമ്മുടെ ഔട്ടർ കവറിനെ തൊട്ടൊക്കെ നമുക്ക് അറിയാനും പറ്റില്ല. സോ വിച്ച് മീൻസ് you are going to take a process where you are not providing any heat. The system is isolated. Okay. അപ്പോൾ അത്തരത്തിലൊരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് it is known as an adiabatic process. Okay. It is known as an adiabatic process. So what is an adiabatic process? An adiabatic process is the process where there is no heat energy exchange. There is no heat energy exchange with the system of the surroundings. നമ്മൾ എടുക്കുന്ന സിസ്റ്റം സറൗണ്ടിങ്സായി ഹീറ്റ് എനർജി പുറത്തേക്ക് കളയുന്നില്ല, പുറന്നുള്ള സിസ്റ്റം സറൗണ്ടിങ്സിനുള്ള ഹീറ്റ് എനർജി ഇത് വലിച്ചെടുക്കുന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ വിൽ ബി വേരിയൻസ്. മൂന്നും വ്യതിയാനപ്പെട്ടുകൊണ്ടിരിക്കും. ആ കാരണം കൊണ്ട് തന്നെ ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഈസ് നോട്ട് പി വി ഈക്വൽ ടു ആർ ടി. അത് മാത്രം വന്നാൽ ശരിയാവില്ല. ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ആൻ അഡിയാബാറ്റിക് പ്രോസസ് ഈസ് B raised to gamma is equal to a constant, where gamma is equal to Cp by Cv. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം. ഇതിന്റെ റേഷ്യോ ആണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എൻ അഡിയാബാറ്റിക് പ്രോസസ് ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്കിനി കാണേണ്ട ഇതിന്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് നേരെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിനെ പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതിന് പല രൂപത്തിലുള്ള ഇക്വേഷൻസ് നമുക്ക് കാണാനും കഴിയും. ഓക്കെ,